രാജ്യസഭാ ഉപാധ്യക്ഷനായ പി.ജെ. കുര്യൻ സൂര്യനെല്ലി കേസിൽ ആരോപണ വിധേയനാവുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല ചർച്ചയാവേണ്ടത്, അത് രാജ്യത്തെയൊട്ടാകെ ബാധിക്കുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ കുര്യനെ സംരക്ഷിക്കുകയാണ്. ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരണമെന്നും അസീം ത്രിവേദി ഇന്ത്യ വിഷനോട് പറഞ്ഞു. In the P.J. Kuryen's case, I feel that there should be a much bigger nationwide protest against him. It's not the case of only Kerala, as he is the deputy chairman of Rajya Sabha. So I expect and I want to see a nationwide protest against him. ആശയങ്ങളും പ്രതിഷേധങ്ങളും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് നഷ്ടമാവുകയാണ്. ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും കാർട്ടൂണിസ്റ്റുകളെ ഭരണകൂട ഭീകരത വേട്ടയാടുകയാണെന്നും അസീം ത്രിവേദി പറഞ്ഞു. 2 persons have been arrested in West Bengal just for forwarding cartoons of Chief Minister Mamata Banerjee. The governments are becoming more and more intolerant day by day and they really want us to be silent. കുറ്റമറ്റ ലോക്പാൽ ബിൽ കൊണ്ടുവരാനായില്ലെങ്കിലും അതിനായി നടത്തിയ സമരങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധിക്കാനുള്ള മനസ്സിനെ ആളിക്കത്തിക്കാൻ സഹായകരമായി. If the Lokpal bill have been passed, it was not be that successful. But now, when the people have learned to fight, the people have learned to rise. കൊച്ചിയിലെത്തിയപ്പോൾ കേരളത്തിന്റെ പ്രതികരണബോധം നിറഞ്ഞ മനസ്സടുത്തറിയാനായെന്നും അസീം ത്രിവേദി. കേരള കാർട്ടൂൺ അക്കാദമിയും സമ്പന്നമായ ആർട്ട് ഗാലറികളും കേരളത്തിൽ കലയ്ക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു. People are really very intellectual and they are very interested in the politics, in social issues. 2 or 3 art galleries are here, many artists are here, and the biggest community of cartoonists is here, Kerala Cartoon Academy. That's the biggest. ക്യാമറമാൻ മാഹിനൊപ്പം ഷംസീർ ഷാൻ, കൊച്ചി, ഇന്ത്യ വിഷൻ.